ആളെ കാണാൻ വേണ്ടി കോഴിക്കോട് വന്നിട്ടാണുള്ളത്. നിങ്ങൾക്കൊക്കെ വളരെ പരിചയമുള്ളൊരു ആളെ കാണാൻ വേണ്ടിയിട്ടാണ് വന്നത്. ആളാരാന്ന് ഇപ്പോൾ പറയുന്നില്ല. അവർ ഒരു അരമണിക്കൂർ ലേറ്റല്ല, നമ്മൾ അരമണിക്കൂർ നേരത്തെയാണ്. അപ്പോൾ അവർ വന്നിട്ട് നമുക്കെന്താ നോക്കാം. എന്തായാലും നിങ്ങൾക്ക് എന്തെങ്കിലുമായിട്ടൊരു ചെറിയൊരു ഫുട്ബോൾ ടിപ്പ് തരാണ്ട് നമ്മളൊരു വീഡിയോ ഉണ്ടാവില്ല. അത് നമുക്ക് നോക്കാം. അപ്പോൾ ഇത്ര നേരം നമ്മൾ സസ്പെൻസായി വെച്ച ഒരു കാര്യമാണ്. പ്രോ എം കെയുമായിട്ടാണ് നമ്മൾ കോഴിക്കോട് കടപ്പുറത്ത് വെച്ചാണ് മീറ്റ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ പ്രോ എം കെയോട് ചോദിക്കാൻ ആഗ്രഹിക്കുന്ന കുറച്ച് കാര്യങ്ങളാണ് നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രോ എം കെയോട് ചോദിക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. പ്രോ എം കെ എന്ന ഒരു യൂട്യൂബ് ചാനൽ, അതിൻ്റെ നിങ്ങളുടെ ഒരു ഇൻട്രൊഡക്ഷൻ നമ്മളുടെ ചാനലിലെ ആൾക്കാർക്ക് വേണ്ടി. ഹായ് എവരി വൺ. ഞാനിന്ന് അക്മലുമായിട്ട് മീറ്റ് ചെയ്തു. വളരെ സന്തോഷമുള്ളൊരവസ്ഥയാണ്. അപ്പോൾ എൻ്റെ ചാനൽ എന്തുകൊണ്ടാണ് ഞാനൊരു യൂട്യൂബ് ചാനൽ തുടങ്ങിയതെന്ന് ഒരുപാട് ആളുകൾ ചോദിക്കാറുണ്ട്. അപ്പോൾ ഇന്ന് അക്മലിൻ്റെ വ്യൂവേഴ്സിനും കൂടി വേണ്ടിയിട്ട് ചോദിക്കുകയാണ്. അപ്പോൾ ഞാൻ യഥാർത്ഥത്തിൽ ഫുട്ബോളായിട്ട് ഒരുപാട് ബന്ധമൊന്നുമില്ല ആളല്ല. കോളേജ് ടീമിലൊക്കെ കളിച്ചിട്ടുണ്ട് കുറേ മുന്നേ. അതിനുശേഷം ഒരുപാട് വർഷങ്ങളോളം, ഒരു 10-12 വർഷങ്ങളോളം ബോള് ശരിക്കും പറഞ്ഞാൽ കൈകൊണ്ട് തൊട്ടിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, അതിനിടയിൽ ഒരു തവണ ഞാൻ കളിക്കാൻ പോയി. ദുബായിൽ ഉണ്ടാകുമ്പോൾ ഒരു തവണ കളിക്കാൻ പോയി. ആ കളിച്ചോടുകൂടി എൻ്റെ ലിഗമെൻറ്റ് ഡാമേജ് ആവുകയും ചെയ്തു. അതിനുശേഷം പിന്നെ വീണ്ടും ഒരു ഫിസിക്കലായിട്ടുള്ള ആക്ടിവിറ്റീസ് ഒന്നും ഇല്ലാത്ത ഒരുപാട് കാലങ്ങൾ. അപ്പോൾ പിന്നീട് കഴിഞ്ഞ ഒരു വർഷങ്ങൾക്ക് മുമ്പ് ഒരു നൈജീരിയക്കാരനായിട്ടുള്ള ഒരു പ്രോ ഫുട്ബോളർ, അദ്ദേഹമായിട്ടൊരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാകുന്ന ഒരവസ്ഥ ഉണ്ടായി. അങ്ങനെ ആ ഫ്രണ്ട്ഷിപ്പോട് കൂടിയിട്ടാണ് ശരിക്കും പറഞ്ഞാൽ എൻ്റെ ലൈഫ് കുറച്ച് മാറാൻ തുടങ്ങിയത്. അതിന് മുമ്പ് എൻ്റെ ശരീരം കണ്ടാലും തോന്നില്ല, കൊളസ്ട്രോളും പിന്നെ യൂറിക് ആസിഡ് പോലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ പിന്നീട് എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ, ഈ എൻ്റെ ഫ്രണ്ട് അവൻ പ്രഷർ ചെയ്തത് കൊണ്ട് മാത്രം ഞാൻ കുറച്ച് ഫുട്ബോളുമായിട്ട് കുറച്ച് കണക്റ്റഡായി. അങ്ങനെ ഒരുപാട് ട്രെയിനിങ്ങുകളും പന്ത് ശരിക്കും പറഞ്ഞ് തട്ടാൻ കഴിയാതിരുന്ന എന്നെ ഒരു ഫുട്ബോൾ തട്ടി പഠിപ്പിക്കുന്നൊരവസ്ഥയിലേക്ക് അവൻ എന്നെ കൊണ്ടുവന്നു. മാത്രമല്ല ഒരുപാട് മോട്ടിവേഷൻസ്. അപ്പോൾ ഞാൻ ശരിക്കും പറഞ്ഞ ഫുട്ബോളിനെ യഥാർത്ഥത്തിൽ ഇഷ്ടപ്പെടാൻ തുടങ്ങി. അങ്ങനെ ഫുട്ബോളിൻ്റെ പല ഘട്ടങ്ങളുണ്ട്. അതിൽ ഏറ്റവും ബെനിഫിഷ്യലായിട്ട് ഒരു സമൂഹത്തിന്, ഒരു സൊസൈറ്റിക്ക് ഫുട്ബോൾ കൊടുക്കുന്ന ഏറ്റവും വലിയ ഒരു കാര്യമാണ് ആരോഗ്യം, ഫിറ്റ്നസ്. നമ്മുടെ നാട്ടിലെ കുട്ടികൾ പ്രത്യേകിച്ച് ഇവരൊക്കെ ഫുട്ബോൾ കളിക്കുന്നത് കൊണ്ട് മാത്രം ഫിറ്റായിട്ടുള്ള ഒരുപാട് കുട്ടികൾ എനിക്കറിയാം. ബാക്കിയുള്ള ഒരു ഫിസിക്കൽ ആക്ടിവിറ്റി ഉണ്ടാവില്ല. വീട്ടിൽ പോയിരുന്നാൽ വെറും വീഡിയോ ഗെയിമൊക്കെ കളിച്ചിട്ട് അങ്ങനെയുള്ളൊരവസ്ഥ. മാത്രമല്ല ഇതുകൊണ്ട് ഒരുപാട് കണക്ഷൻസ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും, ഒരുപാട് ഫ്രണ്ട്ഷിപ്പ്, ഒരുപാട് റിലേഷൻഷിപ്പ്, അങ്ങനെയുള്ള ഒരുപാട് ഗുണങ്ങൾ ഫുട്ബോളുമായിട്ട് ബന്ധപ്പെട്ട് നമുക്കുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു സാധ്യതകളും മാത്രമല്ല, ഇതിൻ്റെ വേറൊരു അട്രാക്റ്റീവായിട്ട് എനിക്ക് തോന്നിയത്, ആ നൈജീരിയൻ ഫ്രണ്ട്സിനോടൊക്കെ സംസാരിക്കുമ്പോൾ അട്രാക്റ്റീവായിട്ട് തോന്നിയ വേറൊരു കാര്യമുണ്ട്. എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ നാട്ടിലെ ഫുട്ബോൾ പെർസ്പെക്റ്റീവ് അല്ല അവരുടെ ഫുട്ബോൾ പെർസ്പെക്റ്റീവ്. അവരൊരു ലൈഫ് സ്റ്റൈലാണ് ഫുട്ബോൾ. നമുക്ക് ഒരു കളി മാത്രമാണ് ഫുട്ബോൾ. നമ്മളെല്ലാവരും മറ്റേ സുഡാനി ഫ്രം നൈജീരിയയിൽ പറയുന്നുണ്ട് ആ ഒരു ഡയലോഗ്. നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും. ആ നൈജീരിയൻ പ്ലെയർ കിടന്നിട്ട് അവശതയായി കിടക്കുമ്പോൾ തന്നെ പറയുന്നുണ്ട്, നമ്മളുടെ ജീവിതമാണ്, നിങ്ങൾക്കിതൊരു വിനോദം മാത്രമാണ് ഫുട്ബോൾ എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ഒരു ജീവിതം തന്നെയാണെന്ന് അയാൾ അതിൽ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഇദ്ദേഹത്തിന് അത് ലൈഫ് എക്സ്പീരിയൻസിൽ ഇദ്ദേഹത്തിൻ്റെ ഫ്രണ്ട്സൊക്കെ ഇദ്ദേഹത്തിനോട് പറയുകയുമുണ്ട്. അതാണ് ഞാൻ ആ സിനിമ കണ്ടിട്ടില്ല കേട്ടോ. പക്ഷേ എനിക്കെൻ്റെ മനസ്സിൽ നിന്ന് തോന്നിയൊരു കാര്യമാണത്. അവർക്ക് ലൈഫ് സ്റ്റൈലാണ് ഫുട്ബോൾ. അവരൊരു ഫുട്ബോളിനെ ഇഷ്ടപ്പെട്ട് തുടങ്ങി കഴിഞ്ഞാൽ അവരുടെ എല്ലാ മേഖലകളിലും, ഇപ്പം ഒരു ഉദാഹരണം പറഞ്ഞാൽ, അവരൊന്നും മോറലി അത്ര നല്ല ആളുകളല്ല. ഐ മീൻ ധാർമ്മികമായിട്ടെന്നൊക്കെ നമ്മൾ പറയില്ലേ, അവർക്ക് തോന്നുന്ന രീതിയിൽ ജീവിക്കുന്ന ആളുകളാണ്. പക്ഷെ ഫുട്ബോളേഴ്സിനിടയിൽ, അതായത് ഫുട്ബോൾ നന്നായിട്ട് കളിക്കുന്ന ആളുകൾക്കിടയിൽ ഒരു എത്തിക്സൊക്കെ നമുക്ക് കാണാൻ പറ്റും. മാത്രമല്ല ഒരു
ടൈം വേസ്റ്റേജിനൊക്കെ അവർ ഒരു ലെസ് പ്രയോറിറ്റി കൊടുക്കും. വെറുതെ ഇരുന്ന് ടൈം വേസ്റ്റ് ചെയ്യില്ല. അതേപോലെ എന്തെങ്കിലുമൊക്കെ ആക്ടിവിറ്റി ചെയ്തുകൊണ്ടിരിക്കണം. അവർ തിന്നുന്ന ഭക്ഷണം, അവർ കഴിക്കുന്ന ഭക്ഷണം, അതിൽ പോലും അവർ ശ്രദ്ധിക്കും. ബിക്കോസ് ഐ ആം എ ഫുട്ബോളർ. ഓക്കെ, അപ്പോൾ ഈ ഞാനിപ്പോൾ കഴിക്കുന്ന ഫുഡ് എൻ്റെ കളിയെ ബാധിക്കരുത് എന്ന് തുടങ്ങിയിട്ടില്ല. ഒരുപാട് കാഴ്ചപ്പാടുകൾ, ഒരുപാട് പെർസ്പെക്റ്റീവുള്ള ആളുകളാണ് നമുക്ക് അത്തരം ആളുകളുടെ കൂട്ടത്തിൽ നിന്ന് കാണാൻ പറ്റുന്നത്. പക്ഷെ വേറെ സങ്കടകരമായ ഒരു അവസ്ഥ എന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിലെ ഫുട്ബോളേഴ്സ് ഒരു ലെവലിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ഇത്തരം കാഴ്ചപ്പാടുകളൊന്നും ഇല്ല എന്നുള്ളതാണ്. അങ്ങനെയുള്ള ആളുകൾ മുന്നോട്ട് പോകുന്നുണ്ട്. ഞാൻ എല്ലാവരും അടച്ചു പറയല്ല. ഒരു ലെവലിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ സിഗരറ്റ് അല്ലെങ്കിൽ മദ്യപാനം അല്ലെങ്കിൽ വേറെയുള്ള ഒരു ഷോ ഓഫിന് വേണ്ടിയിട്ടുള്ള നാട്ടിൽ ചെയ്യുന്ന ഓരോ കാര്യങ്ങൾ, അതിലൂടെ തന്നെ അവർ ഡൗൺ ആകുന്ന ഒരുപാട് ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അവരെ പോലെയുള്ള ഫുട്ബോളർ മോട്ടിവേറ്റ് ചെയ്താൽ മാത്രമേ ഇനി വളർന്നു വരുന്ന ഫുട്ബോളേഴ്സിന് എന്തെങ്കിലും രീതിയിലെത്താൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഈ വീഡിയോ അവരൊക്കെ കാണുകയാണെങ്കിൽ നിങ്ങളൊക്കെ ഇനി അത് ശ്രദ്ധിക്കണമെന്ന് ഞാനൊന്ന് അഭ്യർത്ഥിക്കുന്നു. ഓക്കെ, അതെ, അക്മലിൻ്റെ മെസ്സേജാണ് ശരിക്കും പറഞ്ഞാൽ. ഒരു വലിയ മെസ്സേജായിട്ട് നിങ്ങൾ എല്ലാവരും എടുക്കണം. ഓക്കെ, നമ്മൾ എപ്പോഴും ആ ഒരു പ്രൊഫഷണലിസം, അതുപോലെ തന്നെ നമ്മുടെ ഹംബിൾനെസ്, നമ്മുടെ വിനയം, എന്തെങ്കിലും കിട്ടുമ്പോഴേക്ക് ഓക്കെ ഞാനെല്ലാമായി പിന്നെ നിറകുടം തുളുമ്പില്ല എന്ന് പറയുന്ന പഴഞ്ചൊല്ലി നമ്മൾ കേട്ടിട്ടുണ്ടാവും. അതുപോലെയുള്ള ആളുകളായിട്ട് മാറണം. എനിക്കറിയാം ഗ്രൂപ്പുകളിലൊക്കെ, നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പുകളിലൊക്കെ വന്നിട്ട് ആളുകൾ, ഓരോ പയ്യന്മാർ, ഇതൊക്കെ വളരെ സിമ്പിളാണ് എന്നൊക്കെ പറയും. അപ്പം ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഓരോ ടിപ്സ് കൊടുക്കുന്നത് ഒരു അഡ്വാൻസ്ഡ് ആയിട്ടുള്ള പ്ലേസിന് വേണ്ടി മാത്രമല്ല. നമ്മൾ മിക്കവാറും കൊടുക്കുന്നത് നമ്മുടെ ബിഗിനർ ലെവലിനുള്ള ടിപ്സാണ് മിക്കവാറും നമ്മളെ ചാനലിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നത്. കാരണം കൂടുതൽ കാണികളും ബിഗിനേഴ്സ് തന്നെയാണെന്ന് ഉള്ളൊരു ഉറപ്പുണ്ട്. അധികം പ്രൊഫഷണൽസ് ഒന്നും ഇങ്ങനെ വീഡിയോസ് കാണാൻ താല്പര്യം കാണിക്കുകയില്ല. താല്പര്യം കാണിച്ചാൽ തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ കളിക്കുന്നവരാണെങ്കിൽ അധികവും ഒരു അസൂയ രീതിയിലാണ് പലപ്പോഴും വീഡിയോ ശ്രദ്ധിക്കുന്ന കാണാറ്. അവരൊക്കെ ഒരു നെഗറ്റീവ് കമൻസൊക്കെ പ്രൊഫഷണൽ കളിക്കുന്ന പ്ലേയേഴ്സല്ല, ഒരു അത്യാവശ്യം കളിക്കാൻ അറിയുന്നവരൊക്കെ ഒരു നെഗറ്റീവ് കമൻസൊക്കെ ആയിട്ടാണ് പലപ്പോഴും ചാനലിൽ കാണപ്പെടുന്നത്. അതാണ് ബി സപ്പോർട്ടീവ് ഈച്ച് അതർ. നമ്മൾ പലപ്പോഴും ഒരാൾ കുറച്ച് ഉയരത്തിലെത്തി കഴിഞ്ഞാൽ പിന്നെ മറ്റുള്ള ആളുകളെ സപ്പോർട്ട് ചെയ്യാനോ മോട്ടിവേറ്റ് ചെയ്യാനോ ഒന്നും നോക്കില്ല. മാത്രമല്ല ആരെങ്കിലും നമ്മുടെ ലെവലിലേക്ക് വരുന്നത് കണ്ടു കഴിഞ്ഞാൽ അവനെ അടിച്ച് താഴ്ത്താനുള്ള ഒരു പ്രവണത അത് മൊത്തത്തിലുണ്ട്. ഞാൻ എല്ലാവരെയും അടച്ചാക്ഷേപിക്കില്ല. അങ്ങനെയുള്ളൊരു പ്രവണതകൾ നമ്മൾ ഈ ഒരു ഫുട്ബോൾ ഫീൽഡിൽ കാണുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം മാറ്റി വെച്ചുകൊണ്ട് നമ്മൾ ഒരു യൂണിറ്റി അത് സൃഷ്ടിക്കേണ്ടതിൻ്റെ അനിവാര്യത ഏതാണ്ട് ഇപ്പോൾ ഉണ്ട് നമുക്ക്. കാരണം നമ്മുടെ ഫുട്ബോൾ വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഇത്തരത്തിലുള്ളൊരു ബൂസ്റ്റ് പിന്നെ ഒരു മുൻകാലത്ത് ഒരു വർഷത്തിൽ നമുക്ക് ഒരു കാലഘട്ടത്തിൽ നമ്മൾ കണ്ടിട്ടുണ്ടാവില്ല. ഇപ്പോൾ വളരെ നല്ല രീതിയിലാണ് നമ്മളെ ഫുട്ബോൾ വളർന്നുകൊണ്ടിരിക്കുന്നത്. ഇനിയും വളരണമെങ്കിൽ ഇതുപോലെ നല്ല രീതിയിൽ നിങ്ങൾ എല്ലാവരും കോപ്പറേറ്റ് ചെയ്യണം. അതെ, അപ്പോൾ ഞാൻ എൻ്റെ സ്റ്റോറിയിലേക്ക് വരാം. അങ്ങനെ ഞാൻ പിന്നെ എൻ്റെ സുഡാനി ഫ്രം നൈജീരിയ ആ ഫ്രണ്ടുമായി, അവൻ്റെ പേര് BJ എന്നാണ്, ഞങ്ങളെല്ലാവരും BJ എന്നാണ് വിളിക്കാം. അവനുമായിട്ടുള്ള ഒരു ഫ്രണ്ട്ഷിപ്പിൻ്റെ പേരിൽ തുടങ്ങിയ ഈ ഒരു കാര്യം ഞാൻ വളരെ സീരിയസ് ആയിട്ട് എടുത്തു. എനിക്ക് അതിനുശേഷം ഞാനൊരു പിന്നെ ടെക്നിക്കൽ ട്രെയിനിങ്ങിൽ അതുപോലെ പേഴ്സണൽ ട്രെയിനിങ്ങിൽ ഒക്കെ കോഴ്സുകൾ ചെയ്തു. ദുബായിൽ വെച്ചിട്ട് തന്നെ എനിക്ക് കുറച്ച് നല്ല ടീച്ചേഴ്സിനെ കിട്ടി. ലണ്ടൻ ഇംഗ്ലീഷ് ഒളിമ്പിക്സ് ടീമിനെ കോച്ച് ചെയ്തിട്ടുള്ള കോച്ചുമാർ, അതുപോലെ വേൾഡ് ട്രയത്ലറ്റിക് ചാമ്പ്യനായിട്ടുള്ള ചാർലറ്റ്, ഇവരൊക്കെ എൻ്റെ കോച്ചുമാരായിട്ട് വന്നു. അപ്പോൾ എന്നെ കൂടുതൽ മോട്ടിവേറ്റ് ചെയ്തു ഈ കാര്യങ്ങളൊക്കെ. അങ്ങനെയാണ് ഞാനൊരു യൂട്യൂബിലേക്ക് പതിയെ തിരിഞ്ഞു തുടങ്ങിയത്. അങ്ങനെ യൂട്യൂബ് തുടങ്ങി. സ്വാഭാവികമായിട്ടും പ്രസൻറ്റേഷനിലൊക്കെ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു. അത് പിന്നെ മേക്കപ്പായിട്ട് ഇങ്ങനെ വരുന്നു. അങ്ങനെ സ്റ്റാർട്ടിങ്ങിൽ അങ്ങനെ തന്നെയാണ് ഉണ്ടാകുക. പിന്നീട് നമ്മൾ ഓരോ പാഠങ്ങൾ പഠിച്ച് ഇങ്ങനെ വളരാം. ഇപ്പോൾ നമ്മളൊരു സ്റ്റാർട്ടിങ് സ്റ്റേജിലൊക്കെയാണുള്ളത്. നമ്മളും നിങ്ങളുടെ ഓരോ നല്ല കമൻറ്റുകളാണ് നമ്മളെ വളർത്തുക. അപ്പോൾ അതെല്ലാവരും നല്ല സപ്പോർട്ടീവായിട്ടുള്ള കമൻറ്റ് ചെയ്യുക. എക്സാക്ട്ലി. ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങുന്നതിന് മുമ്പ് പിന്നെ എൻ്റെ ഫ്രണ്ട് അഷ്റഫ് എന്നെ ശരിക്കും പറഞ്ഞ് സപ്പോർട്ട് ചെയ്തിരുന്നു. നന്നായിട്ട് സപ്പോർട്ട് ചെയ്തു. അഷ്റഫ് എന്നെ മോട്ടിവേറ്റ് ചെയ്തുകൊണ്ടിരുന്നു ഈ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുക എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ യൂട്യൂബ് ചാനൽ തുടങ്ങിയപ്പോൾ അക്ബലിനെ പോലെയുള്ള കുറേ ഫ്രണ്ട്സിനെ കിട്ടി. പിന്നെ മാത്രമല്ല ഒരുപാട് നല്ല കമൻറ്റ്സ്, ഒരുപാട് നല്ല സപ്പോർട്ടുകൾ, ഒരുപാട് മെസ്സേജുകൾ, ശരിക്കും പറഞ്ഞാൽ നമ്മളെ മോട്ടിവേറ്റ് ചെയ്യുന്ന ഒരുപാട് മെസ്സേജുകൾ നിങ്ങൾക്കിടയിൽ നിന്ന് കിട്ടി. അതുകൊണ്ടാണ് നമ്മൾ ആ യൂട്യൂബ് ചാനലുമായിട്ട് ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്.
ഇന്ത്യൻ ഇപ്പം ഏകദേശം ഇദ്ദേഹം പറഞ്ഞു ഇന്ത്യൻ ഫുട്ബോളിൻ്റെ ഭാവി എന്തായിരിക്കുമെന്ന്. അപ്പോൾ അതിനെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് നമുക്ക് ഇദ്ദേഹത്തോട് ചോദിച്ചു നോക്കാം. ഇന്ത്യൻ ഫുട്ബോളിൻ്റെ ഡെവലപ്മെൻറ്റ് ഇതൊരു വലിയ ചോദ്യമാണ്. ഇതിനൊന്നും ഉത്തരം പറയാൻ മാത്രമല്ല ഒരു പിന്നെ അവസ്ഥ കാണികളത് ആഗ്രഹിക്കുന്നുണ്ട്. അങ്ങനത്തെ ഒരു ചോദ്യത്തിനൊരു ഉത്തരം ആഗ്രഹിക്കുന്നുണ്ട്. അതെ, മാത്രമല്ല ഒരുപാട് ഫുട്ബോൾ വിശഗ്ധന്മാർ നമ്മുടെ അക്മലിൻ്റെ കോച്ച് ഷാ പോലെയുള്ള ഒന്നുകൂടി വരും വന്നോളൂ, ജസ്റ്റ് കണ്ടാൽ മതി. നമ്മുടെ അക്മലിൻ്റെ ട്രെയിനർ ആയിട്ടുള്ള മിസ്റ്റർ ഷാ, അദ്ദേഹം നമ്മുടെ കൂടെയുണ്ട്. അപ്പോൾ ഇവരുടെ ഇടയിലേക്ക് വെച്ചിട്ട് ഇന്ത്യൻ ഫുട്ബോൾ പിന്നെ എങ്ങനെ വലുതാക്കണം ചോദിച്ചാൽ അത് പറയാൻ മാത്രം വലിയ ആളൊന്നല്ല. പക്ഷേ ബേസിക്കലി വലുതാക്കണം എന്നല്ല, ഇതിലൂടെ നമ്മൾ കടന്നു വരുന്ന ബിഗിനേഴ്സ് ആയിട്ടുള്ള ഫുട്ബോളേഴ്സിൻ്റെ ഭാവി എങ്ങനെയായിരിക്കും എന്നുള്ളൊരു എന്തൊക്കെ കാര്യങ്ങൾ അവർ എങ്ങനെ മുന്നോട്ട് പോകണം എന്നുള്ളൊരു ചെറിയൊരു കാര്യം. ഓക്കെ, എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ ആ പോയിന്റ്, ഫുട്ബോൾ ഈസ് എ ലൈഫ് സ്റ്റൈൽ. ഓക്കെ, ഇതിനൊരു ലൈഫ് സ്റ്റൈലാക്കിയിട്ട് എടുക്കുക. നമ്മുടെ എല്ലാ മേഖലകളെയും ബാധിക്കുന്ന രീതിയിൽ ഫുട്ബോളിനെ കൊണ്ടുപോവുക. ഫുട്ബോളിനെ ഒരു കളി മാത്രമാക്കിയിട്ട് അല്ലെങ്കിൽ കുറച്ച് ഗ്രേസ് മാർക്ക് നേടാനുള്ള ഒരു ഉപാധി മാത്രമാക്കിയിട്ട് അല്ലെങ്കിൽ ഒന്ന് ഫേമസ് ആകാൻ വേണ്ടിയിട്ട് മാത്രമുള്ള ഉപാധി മാത്രമാക്കി എടുക്കാതെ എന്ത് ചെയ്യാം, അതൊരു ലൈഫ് സ്റ്റൈലാക്കിയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാം. അങ്ങനെ ആകുമ്പോൾ നമുക്ക് കൂടുതൽ കമ്മിറ്റ്മെൻറ്റ് ഉണ്ടാകും. ഉണ്ടാകുമ്പോൾ നമുക്ക് കൂടുതൽ പ്രൊഡക്ടിവിറ്റി ഉണ്ടാകും. നമുക്ക് ഒരുപാട് കളിക്കാൻ പറ്റും. അങ്ങനെ ഒരു എന്താ പറയുക, ബേസിക് ലെവലിൽ നിന്ന് ചെറിയ കുട്ടികളാകുമ്പോൾ തുടങ്ങിയിട്ട് നമുക്കറിയാലോ വേൾഡ് ഫേമസ് ക്ലബ്ബുകളെല്ലാം തന്നെ ചെറിയ കുട്ടികളാകുമ്പോൾ അവരെ സെലക്ട് ചെയ്തിട്ട് വളർത്തിക്കൊണ്ടുവരുന്ന അവസ്ഥയുണ്ട്. അപ്പോൾ ചെറിയ കുട്ടികളാകുമ്പോൾ തന്നെ അവർക്കൊരു പ്രൊഫഷണൽ ടച്ചുള്ള ഫുട്ബോൾ എത്തിച്ചു കൊടുക്കുക. അതുപോലെ തന്നെ പ്രൊഫഷണലായിട്ട് എങ്ങനെയൊക്കെ ഫുട്ബോൾ പഠിക്കാൻ പറ്റുമോ, ഫുട്ബോളിനൊരു രീതിയുണ്ട്. ആ രീതിശാസ്ത്രത്തിലൂടെ പോയാൽ മാത്രമേ നമുക്ക് പ്രൊഫഷണലായിട്ട് വളരാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നാട്ടിൽ വെറും ഒരു സെവൻസോ അല്ലെങ്കിൽ നാട്ടിൽ കട്ടപ്പാടത്ത് കളിക്കാന്ന് പറയില്ല, ആ ഒരു കളി നമ്മൾ ഒതുങ്ങിപ്പോകും. അപ്പോൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ചെറിയ കുട്ടികളാകുമ്പോൾ തന്നെ കുട്ടികളെ വളർത്താൻ നോക്കുക. നമ്മുടെ വീട്ടിലെ കുട്ടികളുണ്ടെങ്കിൽ അവർക്ക് പ്രൊഫഷണലി നമുക്ക് ഇതിൻ്റെ രീതിശാസ്ത്രം, ഫുട്ബോളിൻ്റെ രീതിശാസ്ത്രം എത്ര നല്ല രീതിയിൽ പറഞ്ഞു കൊടുക്കാൻ പറ്റും അങ്ങനെ പറഞ്ഞു കൊടുക്കുക, അത്രേ ഉള്ളൂ. പിന്നെ കൂട്ടത്തിൽ സൂചിപ്പിക്കേണ്ട ഒരു കാര്യം, നമുക്കൊരുപാട് ഫുട്ബോൾ യൂട്യൂബ് ചാനൽ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതൊരു നല്ല വാർത്തയാണ്. എല്ലാ മേഖലകളിലും യൂട്യൂബ് ചാനലുണ്ട്. ഇപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഫുട്ബോളുമായി ബന്ധപ്പെട്ട് വളരെ സീരിയസ് ആയിട്ട്, ഞാൻ പറഞ്ഞ ചെറിയ ഫുട്ബോളിൻ്റെ കുറച്ച് വീഡിയോസ് എല്ലാം കട്ട് ചെയ്തിട്ട് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നതല്ല, വളരെ സീരിയസ് ആയിട്ട് വളരെ ഇൻഫോർമേറ്റീവായിട്ട് പഠിക്കാൻ പറ്റിയ രീതിയിൽ യൂട്യൂബ് ചാനൽ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, എല്ലാവരെയും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതൊക്കെ നല്ലൊരു സൂചനയായിട്ട് നമുക്കെടുക്കാം. കൂടുതൽ നല്ല ഫുട്ബോളേഴ്സ് നമുക്കിടയിൽ നിന്നും ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കണം. നമ്മളുടെ കാണികൾക്ക് വേണ്ടി നമ്മളെ ചാനലിൻ്റെ പ്രോഎംകെയെ കുറിച്ച് ഒരു അഭിപ്രായം, നമ്മളെ ചാനൽ എന്തൊക്കെയാണ്, എവിടെയൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം എന്നൊക്കെയുള്ളൊരു കുറച്ച് കാര്യങ്ങൾ ചാനലിലൂടെ. പിന്നെ അക്മലിൻ്റെ ചാനൽ ഞാൻ തുടക്കം മുതലേ കാണുന്ന ഒരാളാണ്. അക്മൽ എൻ്റെ ചാനലും കാണാറുണ്ടെന്ന് തോന്നുന്നു, തുടക്കം മുതൽ എല്ലാ വീഡിയോസും. ഓക്കെ, അപ്പോൾ എനിക്ക് അക്മലിനോട് ഒരുപാട് പറയാനൊന്നുമില്ല. അക്മൽ നന്നായിട്ട് വളരെ സുന്ദരമായിട്ട് വീഡിയോ എടുക്കുകയും പിന്നെ സ്കില്ലുകളൊക്കെ പഠിപ്പിക്കുകയും ചെയ്യുന്ന ഒരാളാണ്. പിന്നെ എൻ്റെ ഒരു പെർസ്പെക്റ്റീവ് ഉണ്ട് ഫുട്ബോളിനോട്. അപ്പോൾ ഞാനത് അക്മലിനോടും പറയാറുണ്ട്. സ്കിൽസ് എന്ന് പറയുന്നത് നമ്മുടെ മോട്ടിവേറ്റ് ചെയ്യാനുള്ളൊരു കാര്യം മാത്രമാണ്. ഓക്കെ, ഒരു പ്രൊഫഷണൽ ഫുട്ബോളിലേക്ക് കടന്നു വരുമ്പോൾ സ്കിൽസ് എന്ന് പറയുന്നത് നമ്മളെ മോട്ടിവേറ്റ് ചെയ്യുന്നൊരു കാര്യമാണ്. ഇപ്പോൾ സ്വാഭാവികമായിട്ടും അക്മലിൻ്റെ വീഡിയോസ് കാണുമ്പോൾ ഞാൻ അതേപോലെയൊക്കെ ശ്രമിക്കും വീട്ടിൽ പോയിട്ട്. ചിലപ്പോൾ കഴിയും, ചിലപ്പോൾ കഴിയില്ല. ഓക്കെ, അപ്പോൾ അത് ചെയ്യുമ്പോൾ നമുക്ക് എന്താ വെച്ചാൽ ഒരു മോട്ടിവേഷൻ വരും. മാത്രമല്ല നമ്മുടെ പിന്നെ കുട്ടികൾക്കിടയിലൊക്കെ കളിക്കുമ്പോൾ, നമ്മുടെ ഫ്രണ്ട്സിൻ്റെ ഇടയിൽ കളിക്കുമ്പോൾ നമുക്ക് തന്നെ ഒരു കോൺഫിഡൻസ് ആ ഒരു സ്കില്ലുകളിലൂടെ വരും. അപ്പോൾ ഇനി എനിക്കറിയാം അക്മലിൻ്റെ പ്ലാനും അത് തന്നെയാണെന്ന്. കൂടുതൽ ഇൻഫോർമേറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ഇങ്ങനെ വന്നുകൊടുക്കും. ഇപ്പോൾ സൺഡേ ടിപ്സ് അല്ലേ, അക്മലിൻ്റെ സൺഡേ ടിപ്സിൻ്റെ ഒരു വ്യൂവറാണ് ഞാൻ. സൺഡേ ടിപ്സിൽ ഒരുപാട് ഇൻഫർമേഷൻ മാത്രമാണ്. പലർക്കും ഇതുവരെ സൺഡേ ടിപ്സിനെ കുറിച്ചൊരു യഥാർത്ഥ വ്യൂ കിട്ടിയിട്ടില്ല. പലപ്പോഴും ഇതൊക്കെ എല്ലാവർക്കും അറിയാമെന്നുള്ള മട്ടിലാണ് കമൻസൊക്കെ വരാറ്. അപ്പോൾ സൺഡേ ടിപ്സിൻ്റെ മെയിൻ ഉദ്ദേശം വലിയ കാര്യങ്ങളല്ല, ചെറിയ കാര്യങ്ങളാണെന്ന് നിങ്ങൾ ഒന്ന് മനസ്സിലാക്കണം. ഓക്കെ, അപ്പോൾ അതാണ് അക്മലിൻ്റെ സന്ദേശം. നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യുക, അക്മലിനെ സപ്പോർട്ട് ചെയ്യുക, എന്നെ സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, നമുക്ക് മാക്സിമം എന്തെങ്കിലും ചെയ്യാൻ പറ്റും. അവസാനം ഒരു ചെറിയൊരു ക്വസ്റ്റ്യനും കൂടി ചോദിക്കാം. ചെറിയൊരു സന്ദേശം നമ്മളുടെ ഫുട്ബോൾ കാണികൾ, അതായത് നമ്മളെ കാണികൾക്ക് വേണ്ടി ചെറിയൊരു സന്ദേശം ഫുട്ബോളുമായി ചെറിയ എന്തെങ്കിലും
ഓക്കെ, ഒരു സന്ദേശം എന്നുള്ള നിലയ്ക്ക് പിന്നെ ഞാൻ പറയുകയാണെങ്കിൽ എൻ്റെ ടീച്ചർ പറയുന്ന എപ്പോഴും ഞങ്ങളോട് പറയുന്ന ഒരു കാര്യം, കീപ് ലേണിംഗ് കീപ് ഗ്രോയിങ്. ഓക്കെ, കീപ് ലേണിംഗ് കീപ് ഗ്രോയിങ്. പോയിന്റ് നോട്ട് ചെയ്ത് നോക്കി, ഇത് വളരെ വ്യക്തമായൊരു നിങ്ങൾക്ക് മോട്ടീവായിരിക്കും. ആ പോയിന്റ് നിങ്ങൾ നോട്ട് ചെയ്ത് നോക്കുക. ഓക്കെ, കീപ് ലേണിംഗ് കീപ് ഗ്രോയിങ് എന്ന് പറഞ്ഞാൽ പഠിച്ചുകൊണ്ടിരിക്കുക, പഠനത്തിലൂടെ വളരുക. എന്ത് കാര്യമാണെങ്കിലും ഇപ്പോൾ നമുക്കറിയാം, ഫുട്ബോൾ എന്ന് പറഞ്ഞാൽ വലിയ വലിയ പുസ്തകങ്ങളൊക്കെ ഫുട്ബോളിൻ്റെ പേരിൽ മാത്രമേ എഴുതിയിട്ടുണ്ട്. ഒരുപാട് ഫുട്ബോൾ വിശഗ്ധരന്മാരുള്ള ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഫുട്ബോളിനെ സീരിയസ് ആയിട്ട് എടുക്കുന്നുണ്ടെങ്കിൽ ഓരോ ദിവസവും എന്തെങ്കിലും പഠിച്ചു എന്ന് ഉറപ്പ് വരുത്തുക. പിന്നെ വേറൊരു കാര്യം കൂട്ടത്തിൽ സൂചിപ്പിക്കുന്നത്, ഇപ്പോൾ ഞാനിങ്ങനെ കുറേ കാര്യങ്ങളിങ്ങനെ വായുകൊണ്ട് പറയും. അപ്പോൾ ചില ആളുകളൊക്കെ വന്നിട്ട് എനിക്ക് കമൻറ്റ് പറയും, ഇതല്ല ഞങ്ങൾക്ക് കാണിച്ചു തരണം എന്ന് പറയും. ഓക്കെ, ഞാൻ ഈ ഒരു വിഷയം നമ്മുടെ ഡിഫൻഡറുടെ വീഡിയോ ചെയ്തില്ല, ഉഗാണ്ടൻ പ്ലെയർ, അവനൊരു പ്രൊഫഷണൽ പ്ലെയറാണ്. അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു, ഇങ്ങനെ കുട്ടികളുടെ ഒരു കമൻറ്റ് ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ അവൻ പറഞ്ഞെന്താ വെച്ചാൽ, ഞങ്ങളൊക്കെ കളിക്കുമ്പോൾ 1 മണിക്കൂർ 2 മണിക്കൂറൊക്കെ കോച്ചുമാർ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന, അവർ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. ആ പറയുന്നതിൽ ഒരുപാട് ഇൻഫർമേഷൻ ഉണ്ടാവും, അത് അവരുടെ കളികളിൽ ആപ്ലിക്കബിൾ ആയിരിക്കും, അതിലൂടെ അവർക്ക് വളരാൻ പറ്റും. ഓക്കെ, അപ്പം ഇൻഫർമേഷൻ കിട്ടുന്ന, പഠിക്കാൻ സാധ്യതയുള്ള ഒരു കാര്യവും തട്ടിക്കളയാതെ അതെല്ലാം വായിക്കുക, എല്ലാം കേൾക്കുക, എന്നിട്ട് പഠിക്കുന്നു, അല്ലെങ്കിൽ ഒരു ദിവസം ഞാൻ ഇന്ന ഒരു കാര്യം പഠിച്ചു എന്നുള്ളത് ഉറപ്പ് വരുത്തുക. എങ്കിൽ മാത്രമേ നമുക്ക് വളരാൻ സാധിക്കുള്ളൂ. അതാണ് എൻ്റെ മെസ്സേജ്. വീഡിയോ അധികം നീട്ടുന്നില്ല, നിങ്ങൾക്ക് വളരെ ഇൻഫോർമേറ്റീവായിട്ട് തന്നെ ProMK കാര്യങ്ങൾ പറഞ്ഞു തന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യണം. അതുപോലെ എൻ്റെയും ProMKയുടെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളുടെ ഫുട്ബോൾ ഭാവി നമ്മൾ നല്ല രീതിയിൽ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്ത് നിങ്ങൾക്ക് നല്ല ഇൻഫോർമേറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എന്നാൽ ഓക്കെ, ബൈ.